എല്ലാവർക്കും നമസ്തേ. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇലോഹിം വർഷിപ്പ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് കേന്ദ്രത്തെക്കുറിച്ച്, മതം മാറ്റ കേന്ദ്രത്തെക്കുറിച്ച്. അതിൻ്റെ നടത്തിപ്പുകാരൻ എന്ന് പറയുന്നത് ആരാണെന്നും നമ്മൾക്കറിയാം. ഇപ്പോൾ അത് ചർച്ചാ വിഷയമായിരിക്കുന്നതാണ്. ഒരു പാസ്റ്റർ ബിനു വാഴമുട്ടം. ഇയാളെക്കുറിച്ച് വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 2 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, മറുനാടൻ വാർത്ത ചെയ്തിരുന്നു. തട്ടിപ്പ് ആദ്യമായിട്ട് ഇയാൾ തട്ടിപ്പുകാരനാണെന്നും ഇയാളെ തട്ടിപ്പിനെ കുറിച്ചും പുറം ലോകത്തെ അറിയിച്ചത് മറുനാടൻ മലയാളിയായിരുന്നു, ഷാജൻ സ്കറിയായിരുന്നു. അതിനുശേഷം ഒരു I2I എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ സുനിൽ എന്ന് പറയുന്ന ആളും ഇയാളെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. ഇയാളുടെ നിരവധി തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതേപോലെ ഇങ്ങേര് കൂടെ ഡ്രൈവറായിട്ട് കൂടെ കൂട്ടുകയും പിന്നീട് കുടുംബത്തെ തന്നെ മതം മാറ്റുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരനുണ്ട്, രഞ്ജിത്ത് നായർ. നായർ സമുദായാംഗമായിരുന്നു എന്ന് പേര് കേട്ടിട്ട് തോന്നുന്നു. പുള്ളിയെ പോക്സോ കേസിൽ കുടുക്കി അകത്തിടിയിച്ച കാര്യം വരെ അതിനകത്തിൽ പുള്ളി സുനിൽ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതേപോലെ തന്നെ കൊളനടയുള്ള ഒരു സിനുരാജിൻ്റെ മരണത്തെക്കുറിച്ചും സുനിൽ വാർത്ത ചെയ്തിരുന്നു I2Iയിൽ. അത് 2-3 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മ വരുന്നില്ല എന്തൊക്കെയായിരുന്നു അതിലെന്നുള്ള കാര്യം. അന്ന് തൊട്ടേ ഇയാൾ ഒരു തട്ടിപ്പുകാരനാണ് എന്നുള്ള കാര്യം നമ്മൾ പുറം ലോകം അറിഞ്ഞതാണ്. ഈ തട്ടിപ്പിനെ കുറിച്ച് ഈ വാർത്ത ചെയ്ത സുനിലിനെ വിളിച്ച് ഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്തിയതും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതുവരെ നമ്മൾ കേട്ടതാണ്. ആ ഫോൺ കോൾ റെക്കോർഡ് സുനിൽ പുറത്തു വിട്ടിരുന്നു. അത് ഇൻഡയറക്റ്റായിട്ടാണ് കൊല്ലുമെന്ന് ഉള്ള ഭീഷണിയൊക്കെ പെടുത്തിയിരുന്നത്. ആ സുനിൽ രാജിൻ്റെ അവസ്ഥ കണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. അത് എനിക്ക് ശരിക്കും ഓർക്കുന്നില്ല എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അങ്ങനെ അന്ന് തൊട്ടേ ഈ തട്ടിപ്പുമായി മുന്നോട്ടിറങ്ങി. ഇയാള് മതം മാറ്റ ലോബിയാണ്. ഇയാള് ഹിന്ദുക്കളെ വ്യാജ സാക്ഷ്യങ്ങൾ, പരിശീലനം കൊടുത്ത് സാക്ഷ്യം നടത്തി ഹിന്ദുക്കളെ മതം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അന്ന് ഇയാളുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുണ്ടായിട്ട് ഈ കോൺഗ്രസിന്റെ നേതാക്കളും ഇടതുപക്ഷവും അയക്കൊപ്പമായിരുന്നു. വീണ ജോറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇയാളുടെ അടുത്ത് പോയി തോൽക്കും എന്ന് അറിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചാൽ ജയിക്കും എന്ന് പറഞ്ഞ് അവിടെ പോയി കരഞ്ഞുകൊണ്ട് ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ്സുകാർ പഴകുളം മധു എന്ന് പറയാൻ, അത് ഇപ്പോഴത്തെ MLA ആണ്, റാന്നി MLA. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമാണ്, വർഷങ്ങളോ കൊണ്ടേ ഉള്ള ഒരു സുഹൃത്താണ്. പഴകുളം മധു, VD സതീശൻ ഉള്ളവരുമായിട്ട് ചേർന്ന് ഇവൻ നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വീഡിയോയും കണ്ടിട്ടുള്ളതാണ്. അത്രമാത്രം സ്വാധീനം. ഇപ്പൊ തന്നെ ഈ തട്ടിപ്പ് നടത്തിയെടുത്ത് ഈ ഒരു പ്രതിഷേധ മാർച്ച്, അതായത് ആരാധന നടത്താൻ അനുവാദമില്ലാത്തടുത്ത് ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് അവിടെ പ്രാർത്ഥനാ ഹാൾ നടത്തുന്നതിന് എതിരെ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ അത് അവിടെ ഇത് നടത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടാക്കാതെ അയാൾ അവിടെ ഇത് നിയമവിരുദ്ധമായിട്ട് പ്രാർത്ഥന നടത്താൻ മുന്നിട്ടിറങ്ങിയപ്പോൾ അത് അവിടെ പാടില്ല, നിങ്ങൾ ആരാധന നടത്തിക്കോളൂ, ഇത് പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരെ വരെ വധഭീഷണി മുഴക്കി. ഇയാളെന്താണ് ചെയ്തത്? ഇയാൾ കൊണ്ടു നടക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്, ഈ പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞ് കൂടെ കൊണ്ടു നടക്കുന്ന അവളുമാരെ കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പരാതി കൊടുപ്പിച്ചു, അവരെ ഉപദ്രവിക്കാൻ ചെന്നു എന്ന് പറഞ്ഞ്. എന്നാൽ ഇയാളുടെ സ്ഥാപനത്തിൽ വെച്ചൊരു ഒന്നിൽ പരം കുട്ടികളെ ഉപദ്രവിച്ച കേസുണ്ടായിട്ട് ഇയാളുടെ പേരിൽ കേസെടുത്തിട്ടില്ല. 3 വർഷം മുമ്പ് പന്തളം പോലീസ് സ്റ്റേഷനിൽ വരെ കേസുണ്ടായിരുന്നതാണ്. അന്നത്തെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് സുനിൽ I2Iയിൽ വാർത്ത ചെയ്തത്. അതും എന്തൊക്കെയാ നമുക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള വിഷയം മറ്റോ ആണ്. ഈ പ്രാർത്ഥന സെന്ററിൻ്റെ ഈ മറവിൽ
ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അതിനകത്ത് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ രഞ്ജിത്ത് നായർ പറയുന്നുണ്ട്, ഇയാൾ പ്രാർത്ഥിച്ച് എല്ലാവരുടെയും അസുഖം മാറ്റാൻ നടക്കുന്ന ഇയാളുടെ ഭാര്യ അന്ന് ഓപ്പറേഷൻ നടത്തി, എറണാകുളത്താണ് ഓപ്പറേഷൻ നടത്തിയത്. അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകാം ഇവൻ്റെയൊക്കെ ഈ തട്ടിപ്പ് തരികിട അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ പറ്റിച്ച്, ഹിന്ദുക്കളെ പറ്റിച്ച് അവരെ മതം പരിവർത്തനം നടത്തിയെടുത്തിട്ട് വിദേശത്തു നിന്നും ഫണ്ട് സ്വരൂപിക്കാനും, ഇങ്ങനെ മതം മാറി ചെല്ലുന്നവരുടെ അടുത്തു നിന്ന് ഇവർക്ക് ഒരു വിഹിതമുണ്ട്. അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ അതിൻ്റെ ഒരു ഭാഗം ഇവനൊക്കെ കൊടുക്കണം. അതിന് പറയുന്ന ദശാംശം എന്ന് പറയും. ഇവനൊക്കെ ഇതുപോലെ ഇവന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? ഇവന് ഈ എന്തുവാ, ഭൂതത്തിനെ അഴിച്ചുവിടും, പ്രേതത്തിനെ അഴിച്ചുവിടും, ഹിന്ദു ദൈവങ്ങളെല്ലാം പ്രേതങ്ങളും നീചശക്തികളും ആണെന്നും അത് പിന്നെ ഇന്ന ആളിൻ്റെ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇവൻ അതെല്ലാം ചോദിച്ചിട്ട് അതേതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ ഏതാണ്ടൊക്കെ മറുഭാഷ പറയും. അതിനും ബൈബിളിലെ ഭാഷ അതാണോ എന്ന് അറിയത്തില്ല. ലോകത്താർക്കും മനസ്സിലാകാത്ത ഭാഷയാണോ ബൈബിളിലുള്ളത്, അതാണോ ഇവൻ പറയുന്നതെന്ന് അറിയത്തില്ല. ഞാൻ അതിപ്പോൾ ഇന്ന് കേൾപ്പിക്കാം, നിങ്ങളൊന്ന് കേട്ടുകൊള്ളുക. യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് എന്റെ പണി അന്യഭാഷ പറയുക. എന്ത് ഭാഷയാണിത്? ലോകത്തിങ്ങനൊരു ഭാഷയുണ്ടോ? എന്താണ് നിങ്ങൾക്ക് പറയാവൂ? വായി വരുന്നത് കോതയ്ക്ക് പാട്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ കുറേ എണ്ണം ഈ തന്നെയല്ല നമ്മൾക്ക് ഇവൻ്റെ ഈ അലർച്ചയും ഈ പ്രേതങ്ങൾ അലറുന്നതിൻ്റെ കൂട്ട്, അറുകൊലകൾ അലറുന്നതിൻ്റെ കൂട്ടുള്ള ഇവൻ്റെ അലർച്ചയും, സാധാരണ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, മറ്റ് ക്രിസ്ത്യാനിയുടെ വിവിധ സഭകളുണ്ട്, അവരൊക്കെ അവിടെ ഈ പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ എത്ര മധുരതരമായിട്ടുള്ള, നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള, നമ്മളുടെ മനസ്സിന് തന്നെ ഒരു കുളിർമ നൽകുന്ന രീതിയിലാണ് മറ്റ് ക്രിസ്തീയ സഭകളിൽ നടക്കുന്ന പ്രാർത്ഥന ഒക്കെ. അതേസമയം ഇവന്മാർ ഈ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞ ഇവന്മാരെന്താണ് കാണിക്കുന്നത്? ഈ അറുപോലെ അലറുന്നതിൻ്റെ കൂട്ടി ഇതേപോലെ ഏതാണ്ടൊക്കെ ഭാഷകൾ പറഞ്ഞ് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മൈക്കിനകത്തിൽ കൂടെ ഈ DJ പരിപാടി ഉണ്ടല്ലോ, ഇതേപോലുള്ള ഇതെല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ ഒരു ഹിസ്റ്റീരിയ ബാധിച്ച ഒരവസ്ഥയിലെത്തിക്കും. ഹിസ്റ്റീരിയ എന്ന് പറയുന്ന അവസ്ഥയിലെത്തിക്കും. എത്തിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ നമ്മളല്ല, ഇവൻ പറയുന്നതാണ് ചോദിക്കുന്നതിന് മറുപടി നമ്മൾ കൊടുക്കും. ഇവന് എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച്, എന്ന് വെച്ചാൽ നമ്മൾ ഹിസ്റ്റീരിയ ബാധിച്ച് ഇങ്ങനെ സ്വബോധമില്ലാതെ ഇല്ല മയക്കുമരുന്ന് അടിച്ച് നടക്കുന്ന ഒരവസ്ഥയിലെത്തിയിട്ട് ഇവൻ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറഞ്ഞ് അലറി വിളിച്ച് ഇവൻ പറയുന്നത് പോലെല്ലാം ചെയ്യും. ഇതാണ് ഇവൻ്റെ ഈ സാക്ഷ്യം പറച്ച്. ഇതിനെ പ്രത്യേക പരിശീലനം കൊടുത്തിട്ടാണ് പെന്തക്കോസ്ത് സഭകൾ ഇതെല്ലാം ചെയ്യുന്നത്. അതേസമയം മറ്റ് ക്രിസ്തീയ സഭകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയുണ്ട്, യാക്കോബായ സഭയുണ്ട്, മാർത്തോമാ സഭയുണ്ട്, CSI ഉണ്ട്, കത്തോലിക്ക സഭയുണ്ട്. ഇവിടെ ഒന്നും ഇങ്ങനെയുള്ള അലറിക്കൂവിയുള്ള ഈ പ്രേതാവേശം പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണാറില്ല. വളരെ ശാന്തമായിട്ടുള്ളതും സമാധാനപരമായിട്ടുള്ളത് പ്രാർത്ഥനകൾ, അതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ അതിന് വിരുദ്ധമായി ഇവൻ ഈ കാണിച്ചിട്ട് ആളുകളെ പറ്റിച്ച് മതപരിവർത്തനം നടത്തി അവർക്ക് നക്കാപ്പിച്ച കൊടുത്ത് അവർ മതപരിവർത്തനം നടത്തുന്നത് നമ്മൾക്ക് ഒരു രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ട് ഇവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ, മുസ്ലിം സമൂഹത്തിനിടയ്ക്ക് ഇവൻ്റെ ഈ യേശുവിനെ കച്ചവടം ചെയ്യാൻ പോകുന്നില്ല? അവൻ്റെ ദൈവത്തെ അവൻ കച്ചവടം ചെയ്യാൻ പോകുന്നില്ല? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവന് കാലും കൈയും തലയും കാണത്തില്ലെന്ന് അവനറിയാം. അവരപ്പോഴേ ഇവനെ തീർക്കും. പക്ഷെ ഈ പാവം പിടിച്ച ഹിന്ദുക്കൾ അവർ പ്രതികരിക്കത്തില്ല എന്നുള്ളത് മുതലെടുത്താണ് ഇവൻ തന്നെയല്ലേ ഈ പെന്തക്കോസ്ത് സഭകൾ മൊത്തം പ്രവർത്തിക്കുന്നത്. അതിന് ഇവന്മാർ ഓരോന്നിനെ കാശ് കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന ഒരു റാസ്കൽ, പിന്നെ വേറൊരു
അനീഷ് കാവാലം. ഈ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന റാസ്കൽ നമ്മുടെ പുരാണങ്ങളെയൊക്കെ എന്ത് തോന്നിയവാസമാണ് പറയുന്നതെന്നറിയോ? അവനാന്നേരെ ഈ ലോകാസു സമസ്ത സുഖിനോ ഭവന്തു എന്ന ഇത് നമ്മൾ പറയുന്ന അതിനെ ഒക്കെ ഇവൻ വികലമായിട്ട് ഇവൻ അതിന് അർത്ഥം കൊടുത്തുകൊണ്ട്, അതായത് ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് ലോകത്തുള്ള ബ്രാഹ്മണർ മാത്രം സുഖമായി ഇരിക്കട്ടെ എന്നാണ് ഇവൻ പിന്നെ അതിൻ്റെ അർത്ഥം എന്നൊക്കെ തെറ്റായ രീതിയിൽ വികലമായിട്ടൊക്കെ പറഞ്ഞാണ് ഹിന്ദു സമൂഹത്തെ തന്നെ, ഹിന്ദു ധർമ്മത്തെ ഈ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന റാസ്കൽ അധിക്ഷേപിക്കുന്നത്. നമ്മുടെ ഹിന്ദുക്കൾക്ക് പലർക്കും ഇത് വിശദമായിട്ട് അറിയാത്തത് കൊണ്ട് ഇവൻ പറയുന്നത് ശരിയാണെന്ന് കരുതുന്ന പലരും ഉണ്ട്. അതേപോലെയാണ് ഇവൻ അവതരിപ്പിക്കുന്നത്. ഇവനെ സംസാരിക്കാൻ നല്ല പാഠമുള്ളവനാണ് ഈ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്നവൻ. അവൻ്റെ സംസാരിക്കാനുള്ള കഴിവ് വെച്ചിട്ട് വളരെ മോശമായിട്ട് പിന്നെ ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിച്ച്, അവന് ഒരു ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അവന് പണമൊക്കെ കിട്ടിയപ്പം പണത്തിന് വേണ്ടി അവൻ മതം മാറി. നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഈ പെന്തക്കോസ്തുകാർ മതപരിവർത്തനം നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളത്. ആ രീതിയിൽ മതം മാറി അതിൽ കൂടി ഇവനെയൊന്നും, അത് രസമതല്ല, ഇത്രയും ചാടിത്തുള്ളി നടക്കുന്ന ഇവനെ എന്തുകൊണ്ട് ഈ പെന്തക്കോസ്തുകാർ അവരുടെ സഭയുടെ ഒരു പ്രസിഡന്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേ ഉന്നത സ്ഥാനത്ത് ഇരുത്തുന്നില്ല, ഒരു സ്ഥാനമാനങ്ങളും കൊടുക്കത്തില്ല. ഈ അനീഷ് കാവാലത്തിന് എന്തുകൊണ്ട് ഇത് ഒരു സ്ഥാനമാനങ്ങളും കൊടുക്കുന്നില്ല? അവനൊന്നും ഒരു സ്ഥാനമാനങ്ങളും കൊടുക്കത്തില്ല. അത് തന്നെയല്ല, മറ്റ് ഇത് ഒരു കത്തോലിക്ക സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ മാറി പെന്തക്കോസ്ത് മതത്തിലേക്ക് വന്ന ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് പോലും ഇവൻ്റെ ഒന്നും കുടുംബക്കാർക്ക് അവര് കല്യാണം പോലും, മക്കൾക്കൊന്നും കല്യാണം പോലും നടത്താൻ തയ്യാറാകത്തില്ല. അതേപോലെ ജാതി വിവേചനമാണ് ഈ പെന്തക്കോസ്തിൽ നിലനിൽക്കുന്നത്. എന്നിട്ടാണ് ഇവനൊക്കെ ഹിന്ദുക്കളിലെ ജാതിക്കെതിരെ കിടന്ന് ചാടിത്തുള്ളുന്നത്. നമ്മൾ തന്നെ കേൾക്കുന്നുണ്ട്. ഈ അമേരിക്കയിൽ എന്താണ് ഇത്, നീഗ്രോകളായിട്ട്, അമേരിക്ക തന്നെയല്ല യൂറോപ്പിലാകെ ഈ വെള്ളക്കാരുള്ള രാജ്യങ്ങളിലൊക്കെ നീഗ്രോകളും ഇവരും ക്രിസ്ത്യാനികൾ, അവരെ വെറും നികൃഷ്ട ജീവികളായിട്ടല്ലേ ഈ വെള്ളക്കാർ കരുതുന്നത്. വസ്തുത ഇതായിരിക്കും. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അനിൽ കൊടിത്തോട്ടത്തിനെ പോലുള്ളവനൊക്കെയും ഈ ബിനു വാഴമുട്ടും ഒക്കെ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് മതം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി നമ്മൾ ഹിന്ദു സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മൾ കണ്ടതാണ് ശബരിമലയെ നശിപ്പിക്കാൻ ഭരണകൂടവും, അതായത് നമുക്കറിയാം CPM കുറിച്ച് നമുക്കറിയാം. എങ്ങനെ ഹിന്ദു സംസ്കാരത്തെ തകർക്കണം, രാജ്യത്തെ തകർക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം, അവരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാരും CPM ചേർന്ന് വളരെ വലിയ പ്രവർത്തനമാണ് നടത്തിയത് ശബരിമലയെ തകർക്കാൻ. അതിനെ ഹിന്ദു സമൂഹത്തിലെ നല്ലൊരു വിഭാഗം വിശ്വാസികൾ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതേ രീതിയിൽ തന്നെയുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഇത്തരം പെന്തക്കോസ്ത് കള്ളന്മാർക്ക്, തട്ടിപ്പുകാർക്കെതിരെ ഹിന്ദു സമൂഹം സ്വീകരിക്കേണ്ട നടപടി. അല്ല എന്നുണ്ടെങ്കിൽ ഇവനൊക്കെ നമ്മളുടെയൊക്കെ കുടുംബത്തിൽ ചിലപ്പോൾ നമ്മുടെ മക്കളോ ഒക്കെ ആയിരിക്കും ഇവരുടെ ഈ കെണിയിൽ ചെന്ന് ചാടുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അങ്ങനെ സംഭവിച്ച് നമ്മുടെ പൂർവികർക്കുള്ള ആ ഒരു ലഭിച്ച നമുക്ക് ലഭിക്കാതെ, സുഹൃതക്ഷയം ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഹിന്ദുവിൻ്റെ കടമയാണ്. ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി ഇത്തരം ഈ പെന്തക്കോസ്തുകാരുടെ ഇത്തരം പരിശ്രമങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ കടന്നു കയറാനുള്ള ആ ശ്രമത്തെ ചെറുത്ത് തോൽപ്പിച്ച് ഇവനെയൊക്കെ
ഇവനെ വരുതിക്ക് നിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇവൻ്റെയൊക്കെ വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കോട്ടെ, നമുക്കതിനകത്ത് എതിർപ്പില്ല. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ കടന്നു കയറി നമ്മുടെ വിശ്വാസികളെ, ഹിന്ദുക്കളെ മതം മാറ്റാൻ വന്നാൽ ഇവനെ ഒന്നും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആ ഒരു നടപടി അനുവദിച്ചു കൊടുക്കാനും നമ്മൾ പാടില്ല. അതേ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഹിന്ദുക്കൾ നിരവധി സംഘടനകളുണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങി ഹിന്ദുക്കളെ ബോധവൽക്കരിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പൂജാമുറികൾ തച്ചുടച്ച് ഇവൻ്റെ പെന്തക്കോസ്ത് മതത്തെ കൊണ്ട് അവിടെ സ്ഥാപിച്ച് നമ്മുടെ കുടുംബത്തെ തന്നെ നശിപ്പിക്കും, നമ്മുടെ പാരമ്പര്യത്തെ തന്നെ നശിപ്പിക്കും എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. ഇവനൊക്കെ ലക്ഷ്യം വയ്ക്കുന്നതും അത് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇവനൊന്നും എന്താണ് പാകിസ്ഥാനിൽ പോയി ഇവൻ മതം മാറ്റാൻ നോക്കാത്തത്? അറബ് രാജ്യങ്ങളിൽ എന്താണ് ഇവനൊക്കെ പോയി മതം മാറ്റാൻ നോക്കാത്തത്? ബംഗ്ലാദേശിൽ എന്താ ഇവനൊക്കെ മതപരിവർത്തനത്തിന് ശ്രമിക്കാത്തത്? എന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക, ഹിന്ദുക്കൾ ചിന്തിക്കുക. അവിടെ ചെന്ന് ഇതേപോലെ മതപരിവർത്തനവുമായിട്ട് ചെന്നാൽ തല കാണില്ല എന്നറിയാം. അത് തന്നെയുമല്ല, അവിടെയൊക്കെയുള്ള ആൾക്കാർ അറബ് രാജ്യങ്ങളിൽ, പാകിസ്ഥാനെ വിട്ടുകള, അറബ് രാജ്യങ്ങളിൽ മിക്കവാറും ഉള്ളവരെല്ലാം സമ്പന്നരാണ്. ഇവൻ്റെ ഒന്നും പൈസ വാങ്ങി മതം മാറേണ്ട ആവശ്യം വരുന്നില്ല. ഇന്ത്യയിൽ അതല്ല, പാവപ്പെട്ടവരുടെ ആ സാഹചര്യത്തെ മുതലെടുത്തിട്ടാണ്, അതിനെ ചൂഷണം ചെയ്താണ് ഇവനൊക്കെ മതപരിവർത്തനം നടത്തുന്നത്. മതം മാറ്റി അവൻ്റെയൊക്കെ ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്ന തട്ടിപ്പിലേക്ക് ആളുകളെ കൂട്ടുന്നത്. എൻ്റെ കയ്യിൽ ഹോളി ബൈബിള് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്തിൽ ഇവനൊക്കെ പറയുന്ന പിതാവിൻ്റെ കാര്യങ്ങൾ ഞാനത് ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതന്നെയാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നില്ല, അവർക്ക് അറിയത്തില്ല ഈ എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇവൻ്റെ വാക്കിൽ വീഴുന്നത്, ഈ പ്രാർത്ഥിച്ചാൽ എല്ലാം കിട്ടും എന്നുള്ള ആ വാക്ക് വീഴുന്നത്. ശരിയായിട്ട് നമ്മൾ ബൈബിള്, ഹിന്ദു ബൈബിള് അതിൻ്റെ അതേ അർത്ഥത്തിൽ ഈ ഇവിടെ കിട്ടുന്ന വിവർത്തനമൊന്നും വായിക്കരുത്. യഥാർത്ഥ ബൈബിള് വായിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ ഈ അഭ്യാസമൊക്കെ വില പോകാത്ത ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ബൈബിളിലെ അതിനകത്ത് പറയുന്ന പൊള്ളത്തരം നമ്മുടെ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് ബൈബിള്. അതുകൊണ്ട് ഇവർ പറയുന്നത് വിശ്വസിക്കരുത് എന്നുള്ള കാര്യം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, എൻ്റെ കയ്യിലുണ്ട് ഹോളി ബൈബിളുണ്ട്, ഒറിജിനലുണ്ട്, അമേരിക്കയിൽ അച്ചടിച്ചതാണ്, അമേരിക്കയിൽ ഇറങ്ങിയ പുസ്തകമാണ്. അത് വിവർത്തനമല്ല, ഒറിജിനലാണ്. ഞാൻ സമയം പോലെ അതിനകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ഹിന്ദുമതം വിട്ടുപോകണോ അതോ അതിൽ തുടരണോ എന്നുള്ളത് ചിന്തിക്കുക. അതും ഞാൻ എന്തായാലും നമ്മൾ പ്രവർത്തിക്കുക, പ്രതികരിക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തെ നമ്മൾക്ക് പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ. നമ്മുടെ അടുത്ത തലമുറ ഇവരുടെ കെണിയിൽ വീഴാതിരിക്കുകയും കഴിയുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.